For greed, the old nature is too little. For greed, the old nature is too little. What teacher told? ടീച്ചർ എന്നാ പറഞ്ഞതെന്നറിയോ? അത്യാഗ്രഹികൾക്ക് ഈ മുഴുവൻ ലോകവും വളരെ കുറച്ചേ ഉള്ളൂ എന്ന്. അവർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലെന്ന്. Hello my dear children, welcome to the English class. I am your Swami teacher. Why teacher said this quotation? Why teacher said this quotation? Because we have been taking the lesson 5, The Greedy Crow. The story taught us the life of a greedy crow. ആ സ്റ്റോറി നമ്മളെ പഠിപ്പിച്ചത് ഒരു ഗ്രീഡി ക്രോയുടെ കഥയാണ് അല്ലേ. ആ കാക്കയുടെ അത്യാഗ്രഹം കൊണ്ട് അവൻ്റെ വീടും അല്ലേ അവൻ്റെ ഫ്രണ്ട്ഷിപ്പും നഷ്ടപ്പെട്ട കഥ നമ്മൾ പഠിച്ചു അല്ലേ. ഒരിടത്തൊരു പീജൻ ഉണ്ടായിരുന്നു. അവന് വളരെ സന്തോഷത്തോടെ ഒരു മർച്ചൻറ്റിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നു. അപ്പോൾ അതുവഴി വന്ന ഒരു ഗ്രീഡി ക്രോ ആ വീട്ടിൽ കയറി കൂടുകയും ആ പീജൻ ആ പ്രാവിൻ്റെ കൂട്ടുകാരനായി മാറുകയും അവൻ്റെ അത്യാഗ്രഹം കൊണ്ട് അവൻ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ മർച്ചൻറ്റിൻ്റെ വീട്ടിൽ നിന്ന് അവൻ എങ്ങനെ പുറത്താക്കപ്പെട്ടു. അവൻ്റെ ഫ്രണ്ട്ഷിപ്പ്, ആ പീജനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, വളരെ സ്നേഹമുള്ളവനും വിശ്വസിക്കാൻ കൊള്ളുന്നവനുമായ ആ പ്രാവിൻ്റെ സൗഹൃദം ആ കാക്കയ്ക്ക് അവൻ്റെ അത്യാഗ്രഹം കൊണ്ട് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ ആ സ്റ്റോറി പഠിച്ചത് അല്ലേ. നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഡോണ്ട് ബി ഗ്രീഡി. നമ്മൾ ആ ഒരു ലെസണാണ് ആ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ ടീച്ചർ ഇപ്പോൾ പറഞ്ഞ കൊട്ടേഷൻ്റെ മീനിങ്ങും ഏതാണ്ട് അതുപോലെയൊക്കെയാണ് അല്ലേ. ഈ അത്യാഗ്രഹികൾക്ക് ഈ ലോകത്തുള്ളതെല്ലാം കൊടുത്താലും അവർക്കത് വളരെ കുറച്ചായിട്ട് അനുഭവപ്പെടുള്ളൂ. കാരണം അവർക്ക് പിന്നെയും പിന്നെയും വേണമെന്നാണ് ആഗ്രഹം. കിട്ടിയതൊന്നും പോരാ എന്നാണ് അവരുടെ ആഗ്രഹം അല്ലേ. ഫോർ ഗ്രീഡ് ദ ഓൾ നേച്ചർ ഈസ് ടു ലിറ്റിൽ. വളരെ കുറച്ചേ ഉള്ളൂ. ഈ ഭൂമിയിലുള്ളതെല്ലാം അവർക്ക് കൊടുത്താലും അവർ പിന്നെയും പറയും താ എന്ന് പറയും. അപ്പം നമ്മുടെ കാക്കയുടെ അവസ്ഥയും അതുപോലെയായിരുന്നു. അവനെപ്പോഴും ഭക്ഷണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാക്കയായിരുന്നു അല്ലേ. മീൻ അവന് വളരെ ഇഷ്ടമുള്ളതായിരുന്നു. അപ്പം അവൻ്റെ ആ അത്യാഗ്രഹം കൊണ്ട് അവൻ എന്ത് സംഭവിച്ചു? അവൻ ആ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടു. നല്ലൊരു കൂട്ടുകാരനെ അവന് കിട്ടി ആ കാക്കയ്ക്ക് അല്ലേ. ആ പീജിയൻ, ആ പ്രാവ് വളരെ സ്നേഹമുള്ളവനായ ഒരു കൂട്ടുകാരനായിരുന്നു. വളരെ സ്നേഹമുള്ള ഒരു കൂട്ടുകാരനായിരുന്നു. ആ സൗഹൃദം വരെ ആ കാക്കയ്ക്ക് അവൻ്റെ അത്യാഗ്രഹം കൊണ്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ ഡിഡ് യു റീഡ് ദാറ്റ് ലെസണൊക്കെ വായിച്ചായിരുന്നോ? എക്സസൈസസ് ഒക്കെ നിങ്ങൾ ഒന്ന് നോക്കിയായിരുന്നോ? ടീച്ചർ പറഞ്ഞു തരാൻ വേണ്ടി നോക്കിയിരിക്കുവാണോ? എന്നാൽ നമുക്കിന്ന് എക്സസൈസ് ചെയ്യാം. വിതൗട്ട് വേസ്റ്റിംഗ് അവർ ടൈം വി ക്യാൻ ഡു ദ എക്സസൈസസ് ഓഫ് ദാറ്റ് ലെസൺ, ദ ഗ്രീഡി ക്രോ. ലെസൺ 5, ദ ഗ്രീഡി ക്രോ. ടെക്സ്റ്റ് ബുക്ക് എടുക്കണമെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ടേക്ക് ദ പെൻസിൽ. വി ക്യാൻ ഡു ദ എക്സസൈസസ് ഓഫ് ദാറ്റ് ലെസൺ. റൈറ്റ് ട്രൂ ഓർ ഫോൾസ് അല്ലേ. നമ്മൾ ട്രൂ ഓർ ഫോൾസ് ആണ് ആദ്യം ചെയ്യാൻ പോണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an owl lived in the merchant's kitchen. An owl lived in the merchant's kitchen. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുവാണ് ഒരു ഔൾ എന്ന് പറഞ്ഞാൽ മൂങ്ങയാണ്. ഒരു മൂങ്ങ ആ മർച്ചൻ്റെ കിച്ചണിൽ താമസിച്ചിരുന്നു. സോ വാട്ട്സ് ദി ആൻസർ? Is that an owl or a pigeon? Answer is the pigeon. So this statement is true or false? Statement is a false. So the answer is false. Second question, the cook gave food to the pigeon every day. The cook gave food to the pigeon every day. ശരിയല്ലേ? ആ കുക്ക് അവിടെ എന്തുണ്ടാക്കിയാലും അതിലൊരു പങ്ക് പീജന് കൊടുത്തിരുന്നു. ആൻസർ ഈസ് ട്രൂ. തേർഡ് വൺ, the crow was very kind. Who was very kind? Crow or pigeon? Actually, the pigeon was very kind. So the statement is false. Here the statement is false. The crow was not very kind. The crow was not kind, not very kind. So the statement is false. Fourth one, the crow did not like to eat fish.
ദ ക്രോ ഡിഡ് നോട്ട് ലൈക്ക് ടു ഈറ്റ് ഫിഷ്. നമ്മുടെ ക്രോയ്ക്ക് ഫിഷ് കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നു എന്ന്. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? It's false. He liked to eat fish. The crow liked to eat fish. Fifth question. The cook and the merchant were very kind people. The cook and the merchant were kind people. ആ കുക്ക്, ആ പാചകക്കാരനും മെർച്ചൻറ്റും കൈൻഡ് പീപ്പിൾ ആയിരുന്നുവെന്ന്, വളരെ കരുണയുള്ള മനുഷ്യരായിരുന്നുവെന്ന്. സോ ദ ആൻസർ ഈസ് ട്രൂ. The answer is true. They were very kind people. Next is answer the following questions. Question answers ആണ്. Usually I send the question answers to WhatsApp. This time also I will do the same. അല്ലേ, ഈ ഒരു സമയത്ത് ടീച്ചർ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോണേ. ബട്ട് ബിഫോർ ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ദ ക്വസ്റ്റൻ ആൻസേഴ്സ് ടു യു. എനിക്കതൊന്ന് അതിൻ്റെ മീനിങ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. ആദ്യം എൻ്റെ ക്വസ്റ്റൻ ഒന്ന് വായിക്കട്ടെ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദ പിജൺ ലീവ്? എവിടെയാണ് പിജൺ താമസിച്ചിരുന്നത്? ഇൻ ദ മെർച്ചൻസ് കിച്ചൺ, അല്ലേ, മെർച്ചൻസ് കിച്ചൺ ആയിരുന്നു. ദെൻ വൈ ഡിഡ് ദ ക്രോസ് മൗത്ത് വാട്ടർ? വൈ ഡിഡ് ദ ക്രോസ് മൗത്ത് വാട്ടർ? കാക്കയുടെ വായിൽ വെള്ളം നിറഞ്ഞതിൻ്റെ കാര്യം എന്നാ? ബിക്കോസ് ഹി ഹാഡിൻറ്റ് ഈറ്റൺ ഫിഷ് ഫോർ എ ലോങ് ടൈം ആൻഡ് ഹി വാസ് അട്രാക്റ്റഡ് ബൈ ദ അരോമ ഓഫ് ദ ഡെലീഷ്യസ് ഫുഡ്. ആ ഫുഡിൻ്റെ മണം അടിച്ചപ്പോഴത്തേക്കും, ആ ഫിഷ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മണം അടിച്ചപ്പോഴത്തേക്കും അവൻ്റെ വായിൽ വെള്ളം ഊറി. ഇതൊക്കെ ഞാൻ എഴുതി തരാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഡ് ദ പീജൺ എഗ്രി ടു ബി ദ ക്രോസ് ഫ്രണ്ട്? ഡിഡ് ദ പീജൺ എഗ്രി ടു ബി ദ ക്രോസ് ഫ്രണ്ട്? സമ്മതിച്ചില്ലേ? യെസ്. ദ ആൻസർ ഈസ് യെസ്. ദ പീജൺ എഗ്രീഡ് ടു ബി ദ ക്രോസ് ഫ്രണ്ട്. വാട്ട് ഡിഡ് ദ മെർച്ചൻറ്റ് തിങ്ക് അബൌട്ട് ദ ക്രോ when he saw it with the pigeon? What did the merchant think about the crow when he saw it with the pigeon? പീജൻ്റെ കൂടെ കണ്ടപ്പം, ആ ഒരു പ്രാവിൻ്റെ കൂടെ ഈ കാക്കയെ കണ്ടപ്പോൾ മെർച്ചൻ്റ് എന്താണ് വിചാരിച്ചത്? ദ മെർച്ചൻ്റ് തോട്ട് ദാറ്റ് ദ ക്രോ ഓൾസോ വാസ് എ ജെൻറ്റിൽ ആൻഡ് ട്രസ്റ്റ് വർത്തി ബേർഡ്, അല്ലേ, ലൈക്ക് ദ പീജൻ. ആ പീജനെ പോലെ തന്നെ ഈ ക്രോയ് ഒരു ജെൻറ്റിൽ എന്ന് പറഞ്ഞാൽ മര്യാദയുള്ളതും ട്രസ്റ്റ് വർത്തി, വിശ്വസിക്കാൻ കൊള്ളുന്നവനുമാണെന്നാണ് മെർച്ചൻ്റ് ചിന്തിച്ചത്. ദെൻ ഹൗ ഡിഡ് ദ ക്രോ അവോയ്ഡ് ഗോയിങ് ഔട്ട് വിത്ത് ദ പീജൻ വൺ ഡേ? അപ്പം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ ഒരു ക്രോ പീജൻ്റെ കൂടെ പുറത്തു പോകാതിരുന്നത്? അവൻ എന്ത് പറഞ്ഞിട്ടാണ് ഈ പീജൻ്റെ കൂടെ ഈ ക്രോ പുറത്തു പോകാതിരുന്നത്? He said that he was not well, അല്ലേ, അവന് സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവന് വീട്ടിൽ മടി പിടിച്ചിരുന്നത്, അല്ലേ, എന്നാണ് പറഞ്ഞു. Why did the cook chase away the crow? Why did the cook chase away the crow? അവൻ ആ കുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു കാക്കയെ ഓടിച്ചു വിട്ടത് അവിടെ വീട്ടിൽ നിന്ന്? ബിക്കോസ് he had stolen the food of the merchants. കുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ മെർച്ചൻറ്റിൻ്റെ ഫുഡ് ആര് മോഷ്ടിച്ചു? ഈ കാക്ക എടുത്തു. അതുകൊണ്ടാണ് മോഷ്ടിച്ചെടുത്തു. അതുകൊണ്ടാണ് ആ കുക്ക് ആ കാക്കയെ ആ വീട്ടിൽ നിന്ന് അവിടുന്ന് ഓടിച്ചു വിട്ടത്. ദെൻ നെക്സ്റ്റ് ഈസ് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ്. യൂഷ്വലി നമ്മളിത് ക്വസ്റ്റ്യൻ ആൻസർ നോട്ട്ബുക്കിൽ എഴുതാറില്ല, നമ്മൾ പറഞ്ഞു പോകാറാണ് പതിവ്. നമുക്കതൊന്ന് പറഞ്ഞു നോക്കാം. ഹൗ ഡു യു നോ ദാറ്റ് ദ പീജൻ വാസ് കൈൻഡ്? ഹൗ ഡു യു നോ ദാറ്റ് ദ പീജൻ വാസ് കൈൻഡ്? ആ ഒരു പ്രാവ് വളരെ കരുണയുള്ള, വളരെ മനസാക്ഷി ഉള്ളവനായ ഒരു ബേർഡാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായേ? ബിക്കോസ് ഹി അഗ്രീഡ് ടു ബി ദ ഫ്രണ്ട് ഓഫ് ദ ക്രോ, അല്ലേ, ആ ക്രോയുടെ ഫ്രണ്ട് ആവാമെന്ന് അവൻ സമ്മതിച്ചു. ഇഫ് ദേ വേർ ഡിഫറൻറ്റ്, അവർ ഡിഫറെൻ്റ് ആയിരുന്നുവെങ്കിലും ഹി വുഡ് അഗ്രി ടു ബി ദ ഫ്രണ്ട് ഓഫ് ദ ക്രോ, അല്ലേ. അവന് ആ ഒരു ക്രോയെ പോലെ അല്ലാത്ത ഒരു ബേർഡായിരുന്നിട്ട് കൂടി ആ പ്രാവ് ഈ കാക്കയുടെ ഫ്രണ്ടാവാമെന്ന് സമ്മതിക്കുക മാത്രമല്ല, അവൻ്റെ ഫുഡും അവന് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സൗകര്യങ്ങളൊക്കെ, ആ മെർച്ചൻറ്റിൻ്റെ വീട്ടിലെ താമസം, പിന്നെ ആ കുക്ക് കൊടുത്തിരുന്ന ഫുഡ്, അല്ലേ, അതൊക്കെ ഈ പിജൺ, ഈ പ്രാവ് ഈ ക്രോയ്ക്കും കൂടെ കിട്ടാനായിട്ട് സമ്മതിച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ഈ ക്രോ ഈ പീജിയൻ വളരെ കരുണയുള്ളവരാണ്, കൈൻഡായിട്ടുള്ള ഒരു ബേർഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി? വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി? ഈ സ്റ്റോറിയുടെ മോറൽ എന്താണ്?
ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം എന്താണ് ഗുണപാഠം? ബിക്കോസ് വി ഷുഡ് നോട്ട് ബി ഗ്രീഡി. നമ്മൾ ഒരിക്കലും അത്യാഗ്രഹമുള്ളവരായിരിക്കരുത് എന്നാണ് ഈ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത്. ആൻഡ് കണ്ടൻറ്റ് വിത്ത് വാട്ട് വി ഹാവ്, അല്ലേ? വി ഷുഡ് ബി കണ്ടൻറ്റഡ് വിത്ത് വാട്ട് വി ഹാവ്. നമുക്കുള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക, അല്ലേ? നമ്മൾ കണ്ടൻ്റ് ആയിട്ടിരിക്കുക. കണ്ടൻ്റ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ ഉള്ളത് അതുകൊണ്ട് തൃപ്തരായി ജീവിക്കുക എന്നാണ് ഈ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് വൊക്കാബുലറി. we are going to study this. We are going to study compound words. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്നിരിക്കുന്ന, ഒട്ടിപ്പിടിച്ചിരിക്കുന്ന, അല്ലേ? കോമ്പൗണ്ട് വേർഡ്സ്. അപ്പോൾ കോമ്പൗണ്ട് വേർഡ്സ് എന്നാന്ന് നമുക്ക് നോക്കാം. ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വേർഡ് എന്നാന്ന് നമുക്കൊന്ന് അറിഞ്ഞാലോ? കൂടിച്ചേർന്നിരിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Read the following words. I'll read here some words. First one is rainbow, toothpaste, teapot, football. There are 4 words. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 4 വേർഡ്സ് തന്നിട്ടുണ്ട്. ഈ 4 വേർഡ്സിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് സ്പെഷ്യാലിറ്റി എന്നാ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് വേർഡ് നോക്കുവാണെങ്കിൽ റെയിൻബോ എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ അത് 2 വേർഡുകൾ കൂടിച്ചേർന്ന് ഒറ്റ വേർഡായിട്ടിരിക്കുക. 2 വേർഡ്സുകൾ കൂടിച്ചേർന്ന് ഒറ്റ വേർഡായിട്ടിരിക്കുകയാണ്. ഇതാണ് റെയിൻ ആൻഡ് ബോ. റെയിൻ, ബോ എന്ന 2 വേർഡ്സ് കൂടിച്ചേർന്ന് ഒറ്റ വേർഡായി. അതെന്തായി? റെയിൻബോ ആയി. നെക്സ്റ്റ് ഈസ് ടൂത്ത് ആൻഡ് പേസ്റ്റ്. അങ്ങനെ 2 വേർഡ്സ് ചേർന്ന് ഒറ്റ വേർഡായി ടൂത്ത് പേസ്റ്റ്. ദെൻ ടീപോട്ട്, അല്ലേ? അങ്ങനെ 2 വേർഡ്സ് ഒറ്റ വേർഡായി എന്തായി? ടീപോട്ട് വന്നു. ദ ലാസ്റ്റ് വൺ ഫുഡ് ആൻഡ് ബോൾ, ഫുട്ബോൾ ഒറ്റ വേർഡായി. ദീസ് വേർഡ്സ് ആർ മെയ്ഡ് ബൈ ജോയിനിങ് 2 വേർഡ്സ്. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ റെയിൻ പ്ലസ് ബോ, റെയിൻബോ. ടൂത്ത് പ്ലസ് പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ്. ദെൻ ടീ പ്ലസ് പോട്ട്, ടീപോട്ട്. ഫുഡ് പ്ലസ് ബോൾ, ഫുട്ബോൾ. അങ്ങനെ 2 വേർഡ്സ് ജോയിൻ ചെയ്ത് ഒറ്റ വേർഡാവുന്നതിനെ നമ്മൾ പറയുന്നതാണ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 വേർഡ്സ് ഒരുമിച്ച് ചേർന്ന് ഒറ്റ വേർഡാവുന്നതിനെ നമ്മൾ പറയുന്നതാണ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ക്യാൻ ടേക്ക് ദ നെക്സ്റ്റ് പേജ്. There you have a match the column. There you have to match 2 columns. Match the words in the 2 columns to make compound words. Column A, there are 5 words. Column B, 5 words. We want to match these words together. Then we will get a compound word. അല്ലേ? നമുക്ക് ഈ കോളത്തിലെ വേർഡ്സ് പരസ്പരം മാച്ച് ചെയ്താൽ നമുക്ക് കോമ്പൗണ്ട് വേർഡ് കിട്ടും. കോമ്പൗണ്ട് വേർഡ്സ് കിട്ടും. നമുക്ക് നോക്കാം. കോളം എ, ഫസ്റ്റ് വൺ ഈസ് സൺ, സെക്കൻഡ് വൺ ഈസ് ബാസ്കറ്റ്, തേർഡ് വൺ ഈസ് ബട്ടർ, ഫോർത്ത് വൺ ഈസ് പോസ്റ്റ്, ഫിഫ്ത്ത് വൺ ഈസ് ഡോർ. ആൻഡ് കോളം ബി, എ മാൻ, ബി ഫ്ലവർ, സി mat, D fly, and E is bowl. How can we match these words together? നമുക്ക് എങ്ങനെ ഇത് മാച്ച് ചെയ്യാം? ഈസിയാണ്, വായിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫസ്റ്റ് വൺ ഈസ് sunflower. സെക്കൻഡ് വേർഡ് വുഡ് ബി ഏതായിരിക്കും? ബാസ്കറ്റ് ബോൾ. തേർഡ് വൺ butterfly. Fourth one, postman. And the last one is doormat. So we match these words. അപ്പോൾ നമ്മൾ വേർഡ്സ് ആ കോളമൊക്കെ മാച്ച് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ഈസ് pronunciation. We are going to study contraction. കോൺട്രാക്ഷൻസ് മീൻസ് ചുരുക്കെഴുത്ത്, അല്ലെ ചുരുക്കി പറയുക, അല്ലെ കോൺട്രാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ കോൺട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുന്നതിനാണ് കോൺട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ റീഡ് ഹിയർ. റീഡ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് സെൻറ്റൻസസ്. There are 2 sets of sentences. One set is one side and the other set is another side. Then we can read,
ഐ ഡു നോട്ട് ഹാവ് യുവർ പെൻസിൽ. ഐ ഡു നോട്ട് ഹാവ് യുവർ പെൻസിൽ. അതിൻ്റെ കോൺട്രാക്ഷൻ, അതിന് ചുരുക്കി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏത് വേർഡാണ് ചുരുക്കി എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കണം. ഐ ഡോണ്ട് ഹാവ് യുവർ പെൻസിൽ. ദെൻ ഡു നോട്ട് എന്ന 2 വേർഡ്സ് അവിടെ ചുരുക്കി ഒറ്റ വാക്കായിട്ട് എഴുതിയിരിക്കുന്നു, ഡോണ്ട്. ഡു നോട്ട് എന്ന വേർഡ്സിൻ്റെ കോൺട്രാക്ഷൻ ആണ് അവിടെ ഡോണ്ട് തന്നിരിക്കുന്നത്, ഡോണ്ട് ആയി തന്നിരിക്കുന്നത്, ഡോണ്ട്. ഐ കനോട്ട് സോൾവ് ദിസ് പ്രോബ്ലം. നെക്സ്റ്റ് സെൻറ്റൻസ് ആണ് ഐ കനോട്ട് സോൾവ് ദിസ് പ്രോബ്ലം. അതിൻ്റെ കോൺട്രാക്ഷൻ എന്തായിരിക്കും? ഐ കാൺട്ട് സോൾവ് ദിസ് പ്രോബ്ലം. കനോട്ട് എന്ന 2 വേർഡ്സ് ചുരുക്കി എഴുതിയിരിക്കുന്നതാണ് കാൺട്ട്, കാൺട്ട്. The words highlighted in the second set have been written in a short way for do not and cannot. The short way of writing 2 words is called a contraction. അപ്പോൾ ചുരുക്കി 2 വേർഡ്സിനെ ചുരുക്കി ഒറ്റ വാക്കായി എഴുതിയിരിക്കുന്നതിനാണ് എന്ന് പറയുന്ന കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. In contractions, some of the letters are left out. ചില ലെറ്റേഴ്സ് ലെഫ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അതിനെടുത്ത് മാറ്റും അല്ലേ. ഇപ്പോൾ ഇവിടെ ഡു നോട്ട് എന്ന വേർഡ്സിൽ DONOT ഉണ്ട്, ഡു നോട്ട് ഉണ്ട്. പക്ഷേ അവിടെ ഡോണ്ട് ആക്കി എഴുതുമ്പം DON'T ആണ്. മനസ്സിലായോ? അവിടെ ആ OA എടുത്ത് മാറ്റിക്കളഞ്ഞു, OA മാറ്റിക്കളഞ്ഞു. ആൻ അപ്പോസ്ട്രോഫി ടേക്സ് ദെയർ പ്ലേസ്. അപ്പോൾ ആ Oയ്ക്ക് പകരം അവിടെ ഒരു അപ്പോസ്ട്രോഫി, അപ്പർ കോമയാണ് ഇട്ടിരിക്കുന്നത്. കോൺട്രാക്ഷൻസ് ആർ യൂസ്ഡ് മോസ്റ്റ്ലി ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ്. നമ്മൾ എഴുതുമ്പം ഡു നോട്ട് എന്ന് തന്നെയാണ് എഴുതുന്നത്, പക്ഷെ പറയുമ്പോഴാണ് നമ്മൾ ഈ കോൺട്രാക്ഷൻസ് സാധാരണയായി യൂസ് ചെയ്യുന്നത്. നമ്മൾ എഴുതുമ്പോൾ ഡു നോട്ട് ആയിട്ട് തന്നെ എഴുതും, പക്ഷേ നമ്മൾ പറയും സാധാരണ ഡു നോട്ട് എന്നുള്ളതിന് നമ്മൾ ഡോണ്ട് എന്നാണ് പറയാറ്. സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മൾ പറയുമ്പോഴാണ് കൂടുതലായിട്ടും ഈ കോൺട്രാക്ഷൻസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം കോൺട്രാക്ഷൻ എന്നാണ് ചില വാക്കുകൾ നമ്മൾ ചുരുക്കി എഴുതാനാണ് കോൺട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഡു നോട്ട്, കനോട്ട്, ഡസ് നോട്ട് നമ്മൾ ചുരുക്കി എഴുതുമ്പം ഡസിൻറ്റ് എന്നാവും. മനസ്സിലായോ? ആർ നോട്ട് നമ്മൾ ചുരുക്കി പറയുമ്പം ആരൻറ്റ് എന്നാവും. വിൽ നോട്ട് പറയുമ്പോൾ വോണ്ട് ആവും. അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് contractions. So dear children, we are stopping our today's session here itself. നമ്മൾ ഇവിടെ തന്നെ നിർത്തുകയാണ്. നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ ഡു ഇറ്റ്സ് എക്സസൈസസ്. ഈ കോൺട്രാക്ഷൻസിൻ്റെ ഈ പ്രൊനൗൺസിയേഷൻ്റെ എക്സസൈസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ, വി വിൽ മീറ്റ് യു നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ.